ഒരു ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ എന്ന് മാത്രം പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനിന്നൊരു ന്യൂട്രീഷൻ കൗൺസിലറാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൗൺസിലറാണ്. ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്. അതും NSDC സർട്ടിഫൈഡ് ആണ്. അതേപോലെ ടോട്സ് സർട്ടിഫൈഡ് ആണ്. പബ്ലിക് സ്പീക്കിങ്ങിന്റെ സർട്ടിഫൈഡ് ആണ്. മൈൻഡ് പവർ കോച്ചാണ്. എനിക്ക് വലിയൊരു ടീമിന്റെ ലീഡർ ആവാൻ വേണ്ടി സാധിച്ചു ആർസിഎമ്മിന് ശേഷം. അതുപോലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അച്ചീവർ ആവാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്ന് ഒരു യൂത്ത് വിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം പുതിയ തലമുറയെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചു. ഇതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെ എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്തെല്ലാമോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു പോസിറ്റീവായിരിക്കും, സപ്പോർട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വേണ്ടത്? എന്താണ് ഒരു കാര്യം നേടണം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടായിരിക്കണം. ശരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ടൈപ്പ് ചെയ്യാം. എന്താണ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ? ആർക്കാണ് ടൈപ്പ് ചെയ്യാൻ പറ്റുക? യെസ്, വിശ്വാസം. ഗീതാ വേലാതൻ മാഡം വിശ്വാസം എന്ന് പറയുന്നുണ്ട്. വേറെ ലക്ഷ്യം, പിന്നെ യെസ് ഹാർഡ് വർക്ക്. സുനിൽ റാം സാർ ഹാർഡ് വർക്ക് പറയുന്നു. യെസ്, ഓക്കെ. ഡ്രീംസ് ആൻഡ് ഗോൾ. അമൃതൽ സാർ ഡ്രീംസ് ആൻഡ് ഗോൾ പറയുന്നു, ഡ്രീം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിന് വേണ്ടി വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നല്ല, ജീവിതത്തിൽ പല പല സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളുണ്ട്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതെ, ഒരുപാട് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണി, ശിവ മാഡം മണി പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു നേട്ടം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വിശ്വാസം, വിശ്വാസം വേണം. വിശ്വാസം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രണ്ടുപേര് ഒരു ഹില്ല് കയറി പോവാണ്, ട്രക്കിംഗ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ നോക്കും, ഒരാൾ കൈപിടിച്ച് കയറ്റാണ്. അതും വലിയൊരു ദുർഘടമായ, എന്താണ് എന്താ പറയാ, ഒരു സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും വേണ്ടത് ഒരു വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്ന സമയത്ത് കൈപിടിച്ച് കയറ്റുന്നയാളെ, കയറുന്നയാൾക്ക് വിശ്വാസം വേണം. അതുപോലെ ഈ ഇത്രയും ഉയരത്തിൽ നിന്നുള്ള ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രതിസന്ധി കടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളത് ആ കയറി പോകുന്നയാൾക്ക് വിശ്വാസം വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം സ്വപ്നങ്ങളായാലും എല്ലാം ഇതിന്റെ ഭാഗമാണ്. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു അവർക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന സമയത്തും ഒരുപാട് വിജയിച്ച ആളുകളുടെ അനുഭവങ്ങൾ കാണുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും അവരെ മനസ്സിലാക്കുന്ന സമയത്തും നമ്മുടെ തന്നെ, കാരണം നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. അപ്പൊ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും പല കാര്യങ്ങളും നേടാതെ പോകുന്നത് അവനവനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളും വിശ്വാസം. അപ്പൊ തീർച്ചയായിട്ടും വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയൊരു ഒരു ഒരു റോളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കുറെ ആളുകൾ നടന്നു പോവാണ്. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പൊ ഒരാൾ ഒരു ഹാൻഡ് അവിടെ വെക്കുകയാണ്. ഈ ഹാൻഡിന്റെ മുകളിൽ ആളുകൾ ചവിട്ടി പോവാണ്, ചവിട്ടി കയറി കയറി പോവാണ്. അപ്പൊ ഇവിടെ എത്രത്തിലുള്ള വിശ്വാസമാണ് അവിടെ ഉള്ളത് നോക്കൂ. ആളുകൾ ആ ഹാൻഡ് കാണിച്ച ആളെ വിശ്വസിക്കുന്നു, ആ കൈ അവർ വിശ്വസിക്കുകയാണ്. കാരണം അതിന്റെ മേളിൽ ഞാൻ ചവിട്ടി നിന്നാലും അത് വിട്ട് കളയില്ല, അല്ലെങ്കിൽ എന്നെ ഇട്ട് കളയില്ല, അല്ലെങ്കിൽ അവിടെ ഞാൻ വീണു പോകില്ല എന്നൊരു വിശ്വാസമാണ് ഒരു ആളുകൾ നടന്നു പോകുന്നത്. അതുപോലെ ആ ഒരു കൈ പിടിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഇവരെ ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ താങ്ങി നിർത്താൻ എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസമാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ബിലീവ് എന്ന് പറയുന്ന സമയത്ത് ആർസിഎം, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അവസരങ്ങളെ കുറിച്ചിട്ടും അതേപോലെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ്. അപ്പൊ നമുക്ക് ആർസിഎമ്മിലും ഒരുപാട് വിശ്വാസങ്ങൾ വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ആദ്യത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ വിശ്വാസം വേണം നമുക്ക്.
നമ്മൾ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്, പല പല തട്ടിപ്പ് കമ്പനികൾ നമുക്ക് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന സമയത്ത് RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അതിന്റെ ഒരു കമ്പനിയാണ് ഇതിന്റെ ഒരു ഫോമിങ് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ കമ്പനിയെ നമുക്ക് വിശ്വാസം വേണം. കമ്പനി എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ് 550 ഏക്കറോളം കണക്കിന് സ്ഥലത്ത് വലിയൊരു സാമ്രാജ്യം അവിടെ കെട്ടിപ്പടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഹെഡ് ഓഫീസ് നമ്മൾ സാധിക്കുന്നവരൊന്ന് വിസിറ്റ് ചെയ്യുക. അതേപോലെ നമുക്ക് നിയർ ബൈ കേരളത്തിൽ 6ഓളം ഡിപ്പോകൾ, വലിയ വലിയ ഡിപ്പോകൾ ഉണ്ട്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റിലുള്ള വലിയ ഡിപ്പോ കേരളത്തിലുണ്ട്. അപ്പൊ കമ്പനിയുടെ ഡിപ്പോ നമ്മളൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക. ഇത് ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി ഉള്ള ലീഡേഴ്സ് ഒക്കെ ഇതൊക്കെ വിസിറ്റ് ചെയ്ത് മനസ്സിലാക്കി വിശ്വാസമുള്ള ആളുകളാണ്. അപ്പൊ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ RCMന്റെ കമ്പനി ഹെഡ് ഓഫീസ് ഒന്ന് പോയിട്ട് കാണണം, അതിന്റെ ഗോഡൌൺ ഒന്ന് പോയിട്ട് കാണണം. അതിന്റെ വണ്ടർ വേൾഡ് കോഴിക്കോട് നടക്കാവിലൊക്കെ 3000 സ്ക്വയർ ഫീറ്റുള്ള വലിയ മാള് പോലെയുള്ള ഒരു സംവിധാനമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ വണ്ടർ വേൾഡ് ക്വിക്കുകൾ നമ്മുടെ തൊട്ടടുത്തൊക്കെ നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള വണ്ടർ വേൾഡ് ക്വിക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇത് എന്തിന് വിസിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതോ ഒരു വ്യക്തി കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ തന്നിട്ടായിരിക്കും ആദ്യം നമ്മളെ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം അവരുടെ നിർബന്ധ പ്രകാരമായിരിക്കും നമ്മളിൽ പല ആളുകളും ജോയിനിങ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഇതിന്റെ ഒരു വിശ്വാസം നമുക്ക് വരണമെങ്കിൽ ഇത് നമ്മൾ നേരിട്ട് പോയിട്ട് കാണണം. നമ്മുടെ കൂടെയുള്ള ലീഡർമാരൊക്കെ കൂട്ടി ഒരു വണ്ടിയൊക്കെ എടുത്ത് ഇത്തരം സ്ഥലങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കിയതല്ല RCMന്റെ കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ സിസ്റ്റം, ഇതിനൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് വിജയിച്ചു മുന്നോട്ട് പോകാൻ, ഇതിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ആരോഗ്യവും നല്ല ഭക്ഷണവും സമ്പത്തും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിലൊരു സിസ്റ്റം ഉണ്ട്. ഈ ഒരു സിസ്റ്റം, ആ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല, സിസ്റ്റത്തെ നമുക്ക് കാണാൻ പറ്റില്ല. സിസ്റ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഈ സിസ്റ്റത്തെ എവിടുന്നാ പഠിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കൗൺസിൽ വിത്ത് ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിംഗ് അപ്ലൈ. നമ്മളെ കൊണ്ടുവന്ന വ്യക്തി ഒരുപക്ഷെ ഇതിൽ വലിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാവണമെന്നില്ല. അപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ അപ്ലൈനിൽ വരുന്ന ഒരു വിജയിച്ച ഒരു ലീഡർ ഉണ്ടാവും. വിജയിച്ച എന്ന് പറഞ്ഞ് മാത്രം അവിടെ എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോയിങ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ ആയിരിക്കണം, കെയറിംഗ് ഉള്ള ആളായിരിക്കണം, ടീമിനോട് കെയറിംഗ് ഉള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ഒരു ലീഡറുമായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് സിസ്റ്റം എന്നും ഈ സിസ്റ്റം എങ്ങനെയാണ് നമ്മളെ വിജയിപ്പിക്കുന്നതെന്നും അത് എങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക, വിശ്വസിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളുള്ളത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് പ്രസ്ഥാനത്തിലാണ് ഉള്ളത്. ഇവിടെ പരസ്യമോ ഇടനിലക്കാരൊന്നുമില്ല. TV-യിൽ വന്ന് ഈ ഉൽപ്പന്നം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ ആരുമില്ല. ഇവിടെ നമ്മൾ സ്വയം ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും ഇത് എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ്, നല്ലതാണോ, ഇതിന്റെ ഗുണമേന്മ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ 100% ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കണം. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആദ്യം RCMന്റെ ഷോപ്പിൽ ഈ ഉൽപ്പന്നം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കി അവിടെ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലൂടെ പുറത്തു നിന്നും മറ്റൊരു കടയിൽ നിന്നും ഇതേ ഉൽപ്പന്നം വാങ്ങിക്കുന്നതിലും ഈ ഉൽപ്പന്നത്തിന്റെയും വ്യത്യാസം എന്താ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നങ്ങളെ 100% അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവും. ഞാനൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നത് തവിടെണ്ണ, ആട്ട, ചായപ്പൊടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 1-2 ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിൽ കിട്ടിയ അനുഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത്. അപ്പോൾ 100% ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അടുത്തത് സെൽഫ്, ഏറ്റവും വലിയൊരു വിശ്വാസം. കാരണം കമ്പനിയെ നമുക്ക് വിശ്വാസമുണ്ട്, സിസ്റ്റത്തെ വിശ്വാസമുണ്ട്, ഉൽപ്പന്നത്തെ വിശ്വാസമുണ്ട്. പക്ഷെ പലരും പരാജയപ്പെട്ടു പോകുന്ന ഒരു പോയിന്റാണ് സെൽഫ് ബിലീവ്. അവനവനെ വിശ്വാസമില്ലാതെ, അവനവനെ വിശ്വാസമില്ല, ബാക്കി എല്ലാവരെയും വിശ്വാസമുണ്ട്. അയാൾക്ക് പറ്റും, ഇയാൾക്ക് പറ്റും, മറ്റേയാൾക്ക് പറ്റും, ഇന്നയാൾക്ക് പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഞാനും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ചിന്തിച്ച ആളാണ്. എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്കിത് സാധിക്കില്ല, ആളുകളോട് പറയാൻ പറ്റില്ല, ആളുകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിവില്ല എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ് ഞാനും മറ്റു പലരെയും പോലെ. പക്ഷെ ഇതിനെന്താ സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, മാക്സിമം പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുക. മാക്സിമം പ്രോഗ്രാമുകൾ, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, മാക്സിമം പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുകയും RCMൽ സ്ഥിരോത്സാഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി നമുക്കൊരു ആത്മവിശ്വാസം വരും. അതിനുശേഷം നമ്മൾ എവിടെ പോകുമ്പോഴും ആക്റ്റീവ് ആയിരിക്കണം.
പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കണം. ചടഞ്ഞുകൂടി ഒരു സ്ഥലത്ത് ഇരിക്കാതെ നല്ല ആക്റ്റീവായിട്ട് പ്രോഗ്രാമുകളിൽ നമ്മൾ ആക്റ്റീവായി അവിടെ നമ്മുടെ ഒരു പ്രസൻസ് അവിടെ കാണിക്കാൻ നമുക്ക് സാധിക്കണം. അടുത്തത് സെൽഫ് ബിലീവിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡു ഇറ്റ്. നമുക്ക് കിട്ടിയ കാര്യം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ത് തന്നെയാണെങ്കിലും നമ്മളത് ചെയ്യുക, പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഘട്ടം ഘട്ടമായി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് മുന്നോട്ടേക്ക് വരും, സെൽഫ് ബിലീവ്സ് കൂടി വരും. അങ്ങനെയാണെങ്കിൽ എന്നെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊരു വിശ്വാസം നമുക്ക് വരും. അപ്പൊ ഇത് വരണമെങ്കിൽ മാക്സിമം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ നോക്കിക്കോളൂ, RCMൽ ഏതെങ്കിലും ഒരു വ്യക്തി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വിജയിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്ഥിരമായി പ്രോഗ്രാമുകളിൽ കാണാൻ പറ്റും. അതൊരു സംശയവും. അതിന് ദൂരം പ്രശ്നമല്ല, മറ്റൊന്നും തടസ്സമല്ല. കാരണം അവർക്കറിയാം ഇതിൽ വിജയിക്കാൻ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ സെൽഫ് ബിലീവ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം മാക്സിമം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക, പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്ലൈനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രസ്ഥാനത്തിൽ അപ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ്. അപ്പോൾ ഒരു അപ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൽ നമ്മുടെ അല്ലെങ്കിൽ അവൻ, ഹി ഓർ ഷീ, അത് സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം, ആര് തന്നെ ആയാലും ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ അവരാണ്. രക്ഷിതാക്കൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ രക്ഷിതാക്കളാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും ഈ ഒരു പ്രസ്ഥാനത്തിലെ ഓരോ അപ്ലൈൻ ലീഡറും അവനവന്റെ ടീമിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക, നിങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. അപ്പോൾ അപ്ലൈനെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക. ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ പല ലീഡേഴ്സിന്റെയും പ്രോഗ്രാമുകളിൽ കേട്ടിട്ടുണ്ട്, അപ്ലൈൻ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ കിണറ്റിലോട്ട് ചാടിയേക്കാം, വേറെ ഒന്നും അവിടെ ചിന്തിക്കണ്ട. പുള്ളി അവിടെ ഒരു വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് നിങ്ങളോട് ചാടാൻ പറയുക. കാരണം നിങ്ങൾ നശിച്ച് കാണാൻ ഒരു അപ്ലൈനും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നശിച്ച് കാണാൻ ഒരു അപ്ലൈനും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിലീവ് യുവർ അപ്ലൈൻ. അതിൽ ഒരു സംശയം വേണ്ട. സ്വന്തം രക്ഷിതാക്കളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു അതുപോലെ അപ്ലൈനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, ഇപ്പോൾ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ടീം ഉണ്ടായെന്ന് വരില്ല, പക്ഷെ പിന്നീട് നിങ്ങളുടെ കൂടെ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീമിനെ നിങ്ങൾ വിശ്വസിക്കണം, അല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ ടീമിനെ അല്ലെങ്കിൽ അവനവന്റെ ടീമിനെ നമ്മൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ ടീം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്, മക്കളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനമ്മമാർക്ക് മക്കളെ വിശ്വാസം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? അപ്പൊ തീർച്ചയായിട്ടും ടീമിനെ നമ്മൾ വിശ്വസിക്കണം. ടീമിനെ വിശ്വസിക്കണം എന്ന് പറയുന്ന സമയത്ത് ടീമിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അവർക്കിത് സാധിക്കും, അവർക്ക് കഴിവുണ്ട്, അവരെ കൊണ്ട് പറ്റും എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ബിലീവ്, ഈ 6 ബിലീവ്സ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ തുടക്കത്തിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരു സംശയം വേണ്ട, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ഈ ഒരു ബിസിനസ് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രസ്ഥാനത്തിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയെ ജോയിൻ ചെയ്യിക്കാൻ പറ്റും, ആ വ്യക്തിയെ പിന്നീട് വളർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, എവിടെ ഫീൽഡിലേക്ക് പോകുമ്പോഴും എവിടെയാണെങ്കിലും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകും. നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ലീഡേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അവരിതിനെ കുറിച്ച് പറഞ്ഞുതരും. മാർക്കറ്റിൽ 2 തരത്തിലുള്ള സിസ്റ്റമാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഒരുപാട് ഇടനിലക്കാരിലൂടെ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഒരുപാട് ഇടനിലക്കാരിലൂടെ കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് നമ്മൾ നിലവിൽ നമ്മുടെ വീട്ടിലേക്ക് തൊട്ടടുത്ത കടയിൽ പോയി ഉൽപ്പന്നം വാങ്ങിക്കും, അവർക്ക് ഹോൾസെയിലുകാരുടെ അടുത്ത് കിട്ടും, അവർക്ക് സ്റ്റോക്കിസ്റ്റ് കൈമാറ്റം ചെയ്യും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് കൈമാറ്റം ചെയ്യും, മാർക്കറ്റിംഗ് ഏജന്റ്, അങ്ങനെ ക്യാരി ആൻഡ് ഫോർവേഡ്, അങ്ങനെ ഒരുപാട് ഇടനിലക്കാർ കഴിഞ്ഞിട്ടാണ് ഒരു ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 40 രൂപക്ക് കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തുമ്പോൾ പരസ്യക്കാരനും ഇടനിലക്കാരനും 30% വെച്ച് 60 രൂപ കൊടുക്കുമ്പോൾ 100 രൂപയിലേക്ക് ആ ഉൽപ്പന്നത്തിന്റെ വിലയെത്തും. അതായത് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഉപഭോക്താവ് ആ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുക്കണം, ഹൈ പ്രൈസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമുക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മാർക്കറ്റിൽ ഉൽപ്പന്നത്തിന് വില കൂടുതൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും കമ്പനികൾക്ക് ചെയ്യേണ്ടി വരുന്നത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ്.
അപ്പോൾ ലോ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗവൺമെന്റ് പറയുന്നു നിങ്ങൾ 2 പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആവാനുള്ള സാധ്യത 52% കൂടുതലാണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലാർക്കും തർക്കവുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എത്ര വർഷം ഈ ഒരു സിസ്റ്റത്തിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാലും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് നിലവിൽ നമ്മൾ ഉള്ളത്. ഞാനിത് പറയുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് കമ്പനി അതേപോലെ കസ്റ്റമർ ഇടയിൽ ഒരു സ്റ്റോക്ക് പോയിന്റ്, വണ്ടർ വേൾഡ് എന്നോ വണ്ടർ വേൾഡ് ക്വിക്ക് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പൊ ഈ ഒരു മൂന്ന് ആളുകൾ മാത്രമേ അതിനകത്ത് ഉള്ളൂ. ബാക്കി നമ്മൾ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഭൂരിഭാഗം ആളുകളെയും ഒഴിവാക്കി, പരസ്യക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് കമ്പനി നേരിട്ട് ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താ നേട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഒരു 70 രൂപക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 75 രൂപക്കെങ്കിലും കസ്റ്റമർക്ക് കിട്ടാൻ ഒരു സംവിധാനമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റീസണബിൾ പ്രൈസ്, ന്യായ വിലക്ക് ഉൽപ്പന്നം കിട്ടും. വില കുറച്ച് കിട്ടും എന്നുള്ളതല്ല, ഉൽപ്പന്നത്തിന്റെ ന്യായ വില എന്താണോ അതിന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും, നല്ല പ്രൊഡക്റ്റ് കിട്ടും. കാരണം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, കമ്പനി നിർമ്മിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് കിട്ടുകയാണ്. വേറെ ആരും ഇതിനിടയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനൊന്നും അവിടെ ഒരു അവസരം കിട്ടുന്നില്ല. നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആരോഗ്യം കിട്ടും. മാത്രമല്ല ഇവിടെ പരസ്യക്കാരും ഇടനിലക്കാരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കസ്റ്റമർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മുഴുവൻ ആളുകളും ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത്, നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് ഉൽപ്പന്നത്തിന് വില കൂടുതലാണ്, വില കൂടുതലാണ്. ഉൽപ്പന്നത്തിന് വില, കാരണം പൊതുവിൽ ഒരു ധാരണയുണ്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ പ്രൊഡക്റ്റ് കൊടുക്കുക. പൊതുവിൽ ആളുകൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ ധരിപ്പിച്ചു വെച്ചു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 3 ഐറ്റം, ഒരു 3 പ്രൊഡക്റ്റിന്റെ കമ്പാരിസൺ നമ്മൾ പഠിച്ചു നോക്കണം. മാർക്കറ്റിൽ ചക്കി ഫ്രഷ് ആട്ട ഉണ്ട്, അതേപോലെ ഹെർബൽ പേസ്റ്റ് ഉണ്ട്, CTC ആസാം ചായപ്പൊടി നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഒരു ഓപ്പൺ മാർക്കറ്റിൽ ചക്കി ഫ്രഷ് ആട്ട എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഗുണമേന്മ എന്ന് പറയപ്പെടുന്നത് ആശീർവാദിനാണ്. 162 രൂപ വരുന്നുണ്ട് 2 കിലോയ്ക്ക്. RCMൽ വരുന്ന സമയത്ത് 137 രൂപയാണ്. RCMൽ ഒരു മെമ്പർ ആയാൽ 108 രൂപ കിട്ടും. ഹെർബൽ പേസ്റ്റ്, മാർക്കറ്റിൽ കിട്ടുന്ന ഹെർബൽ പേസ്റ്റിലെല്ലാം വാർണിങ്ങുകളുണ്ട്, വയറ്റിനകത്തേക്ക് പോകാൻ പാടില്ല, ഫ്ലൂറൈഡ് ആണ്, അതുപോലെ ഒരുപാട് കണ്ടന്റ്, എല്ലുപൊടി, ചെല്ലുപൊടി, ജെലാറ്റിൻ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പേസ്റ്റിന് പോലും 98 രൂപയാണ് വരുന്നത്. RCMന്റെ ഹെർബൽ പേസ്റ്റ് ഒരു വാർണിംഗും ഇല്ല, വയറ്റിലേക്ക് പോലും ഒരു പ്രശ്നമില്ല, ഇതിന് 60 രൂപ വരുന്നുള്ളൂ. ഒരു അസോസിയേറ്റ് വയറാകുമ്പോൾ 43 രൂപ. ഇനി CTC ആസാം ചായപ്പൊടി, ചായപ്പൊടിയിലാണ് പലർക്കും പ്രശ്നം, വില കൂടുതലാണ്. പക്ഷെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്, റെഡ് ലേബിൾ, അങ്ങനെ പല പല ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങളുടെ CTC ആസാം ചായപ്പൊടി, പ്രീമിയം ചായപ്പൊടി നോക്കുമ്പോൾ കുറഞ്ഞത് 1/4 കിലോയ്ക്ക് 290 രൂപ കൊടുക്കണം. ഞാൻ നേരിട്ട് പലപ്പോഴും ചെക്ക് ചെയ്ത ആളാണ്. ഇവിടെ RCMലേക്ക് വരുന്ന സമയത്ത് 156 രൂപ കൊടുത്താൽ മതി. ഒരു മെമ്പർ ആയാൽ നമുക്ക് 127 രൂപ കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വില കുറഞ്ഞിട്ടാണ് നല്ല ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നത്. അപ്പൊ 550 രൂപ പൊതുമാർക്കറ്റിൽ കൊടുക്കേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 353 രൂപക്ക് RCMൽ നിന്നും MRPക്ക് വാങ്ങിക്കാം. ഇനി ആ വ്യക്തി ഒരു മെമ്പർ ആയാലോ, അവരോട് പറയാം നിങ്ങളൊരു മെമ്പർ ആയാൽ നിങ്ങൾക്ക് 278 രൂപയ്ക്ക് ഉൽപ്പന്നം കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ MRPക്ക് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 197 രൂപ അവന്റെ ചിലവിൽ നിന്നും അവന് ലാഭം, 36% അവന്റെ ചിലവിൽ നിന്നും അവൻ ലാഭിച്ചു. ഇനി ഒരു മെമ്പർ ആയാലോ 272 രൂപ ലാഭിച്ചു, അഥവാ 49%. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചെലവിന്റെ പകുതിയും നമ്മൾ ലാഭിച്ചു. നമ്മൾ ചെലവ് പകുതിയായി ചുരുക്കി. വെറും 3 പ്രൊഡക്റ്റ്, ഈ 3 പ്രൊഡക്റ്റിന്റെ കമ്പാരിസൺ നമ്മൾ കൃത്യമായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ആ വ്യക്തി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരിക്കും, RCMൽ ജോയിൻ ചെയ്തിരിക്കും, യാതൊരു സംശയമില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫ്രീ പ്രൊഡക്റ്റ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് എത്ര വർഷമായി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു, പക്ഷെ ഓരോ 6 മാസം കൂടുമ്പോഴും RCM നമുക്ക് കൈ നിറയെ ഉൽപ്പന്നങ്ങൾ തരാം. 72 രൂപ മുതൽ 10,000 രൂപയുടെ വരെ ഉൽപ്പന്നങ്ങൾ RCM നമുക്ക് ഫ്രീ ആയിട്ട് തരാം. അപ്പൊ ഈ ഒരു അവസരം കൂടി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ആരാണോ അവരോട് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി മനസ്സിലാക്കി തരും. ഇനി പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കമ്പനി പ്രൊഫൈൽ. പലപ്പോഴും ഞാനൊക്കെ തുടക്ക സമയത്ത് ആളുകളോട് RCMനെ കുറിച്ച്, കാരണം നമുക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്,
ആളോട് ആർസിഎമ്മിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം ആൾ ചോദിച്ചു കമ്പനി എത്ര വർഷമായി. നമുക്കിത് അറിയില്ല. നമ്മളിത് ഒരാൾ പറഞ്ഞു തന്നു, അതുപോലെ പറഞ്ഞു. പക്ഷെ കമ്പനി എത്ര വർഷമായി നമുക്കറിയില്ല. 1977 മുതലുള്ള കമ്പനിയാണ്. ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു അന്ന് കമ്പനിയുടെ മദർ കമ്പനിയുടെ പേര്. ഇന്ത്യയിലെ മികച്ച 10 കമ്പനികൾ ഒന്നാണ് അന്നും ഇന്നും. ഹെഡ് ഓഫീസ് എവിടെയാണ്? രാജസ്ഥാനിലെ ബിൽവാരയാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. 550 ഏക്കർ സ്ഥലത്ത് 17 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്നത്. ഇത് പറഞ്ഞു കൊടുത്താൽ തന്നെ ആളുകളുടെ ഒരുവിധം ആളുകളുടെ പേടി മാറും. കാരണം എന്താ പറയുക, പലരും ചിന്തിക്കുന്നത് ഇത് ഇന്നലെ തുടങ്ങിയ കമ്പനിയാണ്, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ്, കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്, അപ്പൊ നാളെ പൊട്ടിപ്പോകും. ഇത് 25 വർഷമായി ഡയറക്ട് മാർക്കറ്റിംഗിൽ, 47 വർഷമായി ഇന്ത്യയിൽ സ്ഥിരമായി ബിസിനസ് ചെയ്യുന്നു, വിദേശത്തും തുണികൾ കയറ്റി അയക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി ആർസിഎമ്മിന്റെ ഫുൾ ഫോം എന്താണെന്ന് ആളുകൾ ചോദിക്കും, പറഞ്ഞു കൊടുക്കണം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. 2000 ഓഗസ്റ്റിലാണ് ഡയറക്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. ഡയറക്ട് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് 2000 മുതൽ ഫോളോ ചെയ്യുന്നത്. അതിന് മുന്നേ ട്രഡീഷണൽ ആയിരുന്നു. 2024 ആർസിഎം കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഫാഷൻ ഷൂട്ടിങ്സ് എന്ന് മാറ്റിയിട്ട് ആർസിഎം കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാന കാരണമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കമ്പനി 2026 ദുബായിൽ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ വേൾഡ് വൈഡ് കമ്പനി പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇതിന്റെ ഒരു വെബ്സൈറ്റിൽ പോലും മാറ്റങ്ങൾ വരുത്തിയത്. ആർസിഎം കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 2000 കമ്പനി തുടങ്ങുന്ന സമയത്ത് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ, പിക്കപ്പ് സെന്റർ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഗോഡൌൺ ഡിപ്പോ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പ്രൊഡക്റ്റ് ഒന്നാണ്, അസോസിയേറ്റ് ബയർ ഒന്നേ ഉള്ളൂ, ഹോം ഷോപ്പ് ഇല്ല, ഹെഡ് ഓഫീസ് വെറും 50 ഏക്കർ സ്ഥലത്തായിരുന്നു. പക്ഷേ ഇന്ന് 2025 നോക്കുമ്പോൾ 200-ലധികം ഫാക്ടറികളുണ്ട്, പിക്കപ്പ് സെന്റർ 20,000-ലധികം ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്, 182-ലധികം ഗോഡൌണുകളുണ്ട്, 4,500-ലധികം പ്രൊഡക്റ്റ്, ഇപ്പൊ 7,000 എന്നൊക്കെ പറയുന്നുണ്ട്. അസോസിയേറ്റ് ബയേഴ്സ് 4 കോടിയിലധികമായി, ഹോം ഷോപ്പിൽ 15 ലക്ഷത്തിലധികം ഹോം ഷോപ്പുകളുണ്ട്. ഹെഡ് ഓഫീസ് ആണെങ്കിൽ ഇന്ന് 550 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുകയാണ്. ഒരു പരസ്യവും ഒരു ഇടനിലക്കാരും ഇല്ലാതെ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ആണ്, വെറും 25 വർഷം കൊണ്ട് കമ്പനി നേടിയ ഗ്രോത്ത് ആണ് നമ്മളിവിടെ കാണുന്നത്. പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല, കാരണം പരസ്യം കൊടുത്തിട്ടും പല കമ്പനി നിലനിൽക്കുന്നില്ല. ഇനി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ലോകത്ത് 2 തരത്തിലുള്ള വരുമാന രീതികളുണ്ട്, ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡേ വർക്ക് ചെയ്താൽ ഫുൾ വരുമാനം കിട്ടും, ഹാഫ് ഡേ വർക്ക് ചെയ്താൽ പകുതി വരുമാനം കിട്ടും, ഒരു ദിവസം പനിയോ ജലദോഷമോ പിടിച്ച് വീട്ടിൽ കിടന്നുറങ്ങിയ വരുമാനമില്ല. ഇനി ഫൈനലി നമ്മളൊരു 50 55 വയസ്സ് കഴിയുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ വരുമാനം 0 ആവും. എന്നാൽ മറ്റൊരു വരുമാന രീതി കൂടി മാർക്കറ്റിലുണ്ട്, പക്ഷെ അത് അധികം ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഒരു 10% ആളുകൾ ഇതിന്റെ അവസരം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അതായത് ഒരു ടീം വർക്കാണ്, സിംഗിൾ വർക്കല്ല. നമ്മൾ തുടക്കത്തിൽ കുറച്ച് എഫേർട്ട് കൂടുതൽ ഇടേണ്ടി വരും, വലിയ വരുമാനം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് വർക്ക് കുറയും. 70%, 50%, 30%, 10% വർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ വരുമാനത്തെ നോക്കുന്ന സമയത്ത് അത് 30, 50, 70, 90, ഫൈനലി നമ്മളൊരു 5-6 വർഷം നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 100% വരുമാനം നമ്മൾ ഇല്ലെങ്കിലും വരുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ടീം വർക്ക്. അപ്പൊ ഈ 2 തരത്തിലുള്ള വരുമാന രീതികളുണ്ട്. ഇതിൽ ആർസിഎം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 2 ഉണ്ട്. ആർസിഎമ്മിൽ ആക്റ്റീവ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. നമുക്ക് വിൽപ്പനയിലൂടെയും മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടും ആക്റ്റീവ് ഇൻകം നേടിയെടുക്കാൻ പറ്റും. വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് പാസീവ് ഇൻകം നേടിയെടുക്കാൻ പറ്റും. പല്ല് തേക്കുന്ന, കുളിക്കുന്ന, ചായ കുടിക്കുന്ന ആളുകളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പല്ല് തേക്കുന്നത് വരെ, ചായ കുടിക്കുന്നത് വരെ, ചപ്പാത്തി കഴിക്കുന്നത് വരെ അവർക്കും നമുക്കും നട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് പാസീവ് ഇൻകം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം കൂടി ഒരു പ്രസ്ഥാനത്തിലുണ്ട്. അപ്പൊ അതിന്റെ ഡെഫിനിഷനാണ്, അതായത് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം തമ്മിലുള്ള വ്യത്യാസമാണ്. ആക്റ്റീവ് ഇൻകം സിംഗിൾ വർക്കാണ്, പാസീവ് ഇൻകം ടീം വർക്കാണ്. ആക്റ്റീവ് ഇൻകത്തിൽ നമുക്ക് പണത്തിന് വേണ്ടി പണിയെടുക്കുന്നു, പണമാണ് കിട്ടുക. പക്ഷേ പാസീവ് ഇൻകത്തിൽ നമുക്ക് വെൽത്താണ്, സമ്പത്താണ് കിട്ടുക. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 30 വർഷം കഠിനമായി പണിയെടുത്താലും ഫൈനലി നമുക്ക് ഒന്നുമില്ല, നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ 0 ആയി. പക്ഷെ പാസീവ് ഇൻകത്തിൽ ഒരു 5 വർഷം സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പാർട്ട് ടൈം ആയി പോലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റോയൽറ്റിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ അത്രയും മനോഹരമായിട്ട് ഒരു അവസരമാണ് ആർസിഎം നമുക്ക് മുമ്പിൽ തരുന്നത്. ഇനി പലപ്പോഴും നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ഒരുപാട് ഇതിനു മുമ്പ് പെട്ടുപോയ ആളുകളെ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവര് പലപ്പോഴും പറയും, ഞാൻ ഇങ്ങനെ ഒരു കമ്പനി ചെയ്തിരുന്നു, അത് പൊട്ടിപ്പോയി, അങ്ങനെ ഒരു കമ്പനി ചെയ്തിരുന്നു, അത് പൊട്ടിപ്പോയി, ഇനി ഞാൻ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല, അല്ലെങ്കിൽ വേറൊരു കമ്പനി ഉണ്ട്, അവർ പെട്ടെന്ന് പൈസ ഉണ്ടാക്കി തരും, പെട്ടെന്ന് കോടീശ്വരന്മാരാക്കി തരുന്ന കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരെയും ഒരു കൺഫ്യൂഷൻ ആക്കി എടുക്കാറുണ്ട്. ഈ കൺഫ്യൂഷൻ നീക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 വാക്കുകൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റും. കാർ എന്നൊന്ന് ഓർമ്മിച്ചാൽ, കാർ, CAR, കാർ. നമ്മുടെ വീട്ടിലുള്ള കാർ ഓർമ്മിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. സി എന്ന് പറഞ്ഞാൽ കൺസ്യൂമബിൾ ആണ്. ഒരു നെറ്റ്വർക്ക് സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ, നമ്മൾ ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ നിന്നും സ്ഥിരമായി വരുമാനം വരണമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ കൺസ്യൂമബിൾ ആയിരിക്കണം, ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്. അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടി 200 രൂപയുടെ ചായപ്പൊടിക്ക് 2000 രൂപ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഫോർഡബിൾ അല്ല, ആളുകൾക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം, ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം, വാങ്ങിക്കാൻ സാധിക്കുന്ന വിലയിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, റിപ്പീറ്റബിൾ ആയിരിക്കണം. ഒരു നെറ്റ്വർക്കിന്റെ സ്ഥിരത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് റിപ്പീറ്റബിൾ പർച്ചേസിംഗിലാണ്. എന്ന് പറഞ്ഞാൽ വാങ്ങിയ വ്യക്തികൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ സ്ഥിര വരുമാനം നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഈ 3 കാര്യങ്ങളുണ്ട്. സ്ഥിരമായി ആളുകൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങളാണ്, ന്യായ വിലയിൽ കിട്ടുന്നു, റിപ്പീറ്റബിൾ ആണ്, സ്ഥിരമായി വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ വെല്ലാൻ ഇനി വേറൊരു സംവിധാനം വരാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും കൃത്യമായ രീതിയിൽ ബിൽഡ് ചെയ്തൊരു സിസ്റ്റമാണ് RCM എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, RCMൽ എനിക്ക് നേട്ടം ഉണ്ടാക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത്? കാരണം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ഓക്കെ, സംഭവം ഒക്കെ അടിപൊളിയാണ്, സംഭവമൊക്കെ സെറ്റാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പല ആളും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോ ഒരുപാട് പുതിയ ആളുകളുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് മനസ്സിലാക്കാത്തൊരു വ്യക്തി ആയിരിക്കും. ചിലപ്പോൾ അവരും ഇപ്പൊ തൊട്ടടുത്ത് വന്ന ആളുകളായിരിക്കാം, അവരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ ചിലപ്പോൾ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറഞ്ഞുതരാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 കാര്യങ്ങൾ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. 6 കാര്യങ്ങൾ, സെയിൽസ് എന്ന് പറയുന്നു, ഓക്കെ ഒക്കെ ശരിയാണ്, ഒരുപാട് നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു 6 കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്, ലേൺ, ഷെയർ മാക്സിമം പ്രോഡക്ട്സ്. യൂസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ RCMന്റെ ഉൽപ്പന്നങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ സമയമെടുത്ത് ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിത് പറയുന്നത് വളരെ സുതാര്യമായിട്ടാണ്. അതായത് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഒരു മാസം വീട്ടിലിരുന്ന് മാക്സിമം ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഗുണമേന്മ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ലേൺ, പഠിക്കുക. ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മകളും എന്തുകൊണ്ട് ഈ ഉൽപ്പന്നം വേറിട്ട് നിൽക്കുന്നു, ഇതിന്റെ വില വ്യത്യാസം, ഇതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുക. എല്ലാ പ്രൊഡക്റ്റും പഠിക്കാൻ പറ്റുന്നില്ല, പക്ഷെ മാക്സിമം സാധിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു പോയിന്റ്, ഷെയർ ചെയ്യുക. നേരത്തെ സാർ സെയിൽസ് എന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും അതും അതിലൊരു ഭാഗം തന്നെയാണ്. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഷെയറിംഗ് ഉണ്ട്. വാക്കിലൂടെ നമുക്ക് ആളോട് പറയാം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാം, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ വീട്ടിൽ വരുന്ന ആളോട് പരിചയപ്പെടുത്താം, നമ്മുടെ വീട്ടിൽ വന്ന ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, വീട്ടിൽ വരുന്ന ആൾക്ക് ഉൽപ്പന്നം സെയിൽ ചെയ്യാം, അയൽവാസിക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം, നമ്മൾ ബസ്സിൽ നിന്ന് പരിചയപ്പെടുന്ന ആൾക്ക് പ്രൊഡക്റ്റ്, ഇതൊക്കെ ഷെയറിംഗ് ആണ്. കിട്ടുന്ന മാക്സിമം അവസരത്തിൽ ഈ 3 കാര്യങ്ങളാണ് തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. മാക്സിമം യൂസ് ചെയ്യുക, ലേൺ ചെയ്യുക, ഷെയർ ചെയ്യുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അറ്റൻഡ് മാക്സിമം മീറ്റിംഗ്. നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെ കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആര് വന്ന് പിടിച്ചു വലിച്ചാലും ആ വ്യക്തി RCM വിട്ടു പോവില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ടാവും. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന വ്യക്തിയാണ്. അപ്പോൾ മാക്സിമം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈ പ്രസ്ഥാനത്തിൽ ഒന്നും നേടാനില്ല. ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, മാക്സിമം മീറ്റിംഗ്. വേറെ ഒന്നും ചെയ്യേണ്ട. ഉൽപ്പന്നം ഉപയോഗിക്കുക, ഉൽപ്പന്നത്തെ കുറിച്ച് പഠിക്കുക, ഷെയർ ചെയ്യുക, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, വീക്കിലി മീറ്റിംഗ് ആയിക്കോട്ടെ, PUC മീറ്റിംഗ് ആയിക്കോട്ടെ, ഹാൾ മീറ്റിംഗ് ആയിക്കോട്ടെ, ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടോ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അറ്റൻഡ് ചെയ്യുക. സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മേക്ക് മാക്സിമം ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്. ഇത് മൂന്നാമത്തെ കാര്യമാണ്. ആദ്യത്തെ 2 കാര്യം നിരന്തരമായി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പോകേണ്ടത്. മേക്ക് മാക്സിമം ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്. സ്വപ്നങ്ങൾ എഴുതി വെക്കുക. നമ്മൾ ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് ആരെ വിജയിപ്പിച്ചിട്ടാണ് എന്ന് തീരുമാനമെടുത്ത് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളെ ഞാൻ കൊണ്ടുവരുന്നു,
അവനെ വിജയിപ്പിച്ച് അവന് സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്കും വിജയിക്കാൻ. ഇതാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്, കൂടെ വന്നവരെ വിജയിപ്പിക്കുക. അപ്പൊ നമുക്ക് വിജയിപ്പിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ഇത് മൂന്നാമത്തെ പോയിന്റ് ആണ്. നാലാമത്തെ കാര്യം, സ്റ്റാർട്ട് വിത്ത് ഹോം മീറ്റിംഗ്. അവന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടിലൊരു ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ 100 ആൾക്കാരെ വിളിച്ച് കൂട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ആളുകളും പറ്റുമെങ്കിൽ കുറച്ച് അയൽവാസികൾ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ബന്ധുക്കൾ. ഇനി വീട്ടിലുള്ള ആൾക്കാർ മാത്രമാണെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു പ്രത്യേക ലീഡറിനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ കൃത്യമായി ആർസ്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ 50% നിങ്ങളുടെ വർക്ക് കുറഞ്ഞു എന്ന് ഞാൻ പറയും. കാരണം ഫാമിലി സപ്പോർട്ട് ഈ ഒരു ബിസിനസ്സിൽ വളരെ ഉപയോഗപ്രദമാണ്, വളരെ സപ്പോർട്ടീവാണ്, വളരെ നമുക്ക് വിജയിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അഞ്ചാമത്തെ കാര്യമാണ് ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊരു ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുക, ഒരു ഷോക്കേസിൽ കൊണ്ടുവെക്കുക, അയൽവാസി, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ ഒക്കെ വിളിച്ചിട്ട് ഒരു ഉദ്ഘാടനം പോലെ ചെയ്ത് ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് വിവരവും അറിവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ വരും, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു, വിജയം തുടങ്ങി. ഇനി അടുത്തൊരു കാര്യം ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുകയാണ്. ഷോ മാക്സിമം പ്ലാൻ. മാക്സിമം ആളുകൾക്ക് പ്ലാന് കാണിച്ചു കൊടുക്കുക. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ ഒരു ബിസിനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്, ഇൻകം പ്ലാൻ ഉണ്ട്. അത് നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ പ്ലാന് നിങ്ങൾ എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിച്ചിട്ട് മാക്സിമം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഡോണ്ട് ഡു ദിസ്, ഐ സെഡ് പ്ലീസ് ഡോണ്ട് ഡു ദിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴുത്തിന് കത്തി വെച്ചാലും ചെയ്യാതിരിക്കുക. കാരണം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് നമുക്കെല്ലാം നശിപ്പിക്കാം. 7 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, പുതുതായിട്ട് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൽ വിജയിച്ചു വന്ന ആളുകൾ ഒരു സിസ്റ്റം, ആ സിസ്റ്റം നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. നെവർ പാസ് നെഗറ്റിവിറ്റി ടു ഡൗൺലൈൻ ഓർ ക്ലോസ്. ടീമിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ മറ്റൊരു ടീമിലുള്ള ആളുകളോടോ നെഗറ്റീവ് പറയാതിരിക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കോ ഇനി കേൾക്കുന്ന ആളുകൾക്കോ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യങ്ങളും പറയാം. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വേറൊരാൾക്ക് കൊടുക്കുന്നതിനർത്ഥം അയാളെ കൂടി നശിപ്പിക്കുക. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം എവിടെയും പറയാതിരിക്കുക. നെവർ മെസ്സപ്പ് വിത്ത് എനിബഡീസ് മണി, ഈഗോ ആൻഡ് ഫാമിലി. മറ്റൊരാളുമായിട്ട് ഒരു കുഴപ്പത്തിനോ പ്രശ്നത്തിനോ ഒന്നും പോവാതിരിക്കുക. ഒരിക്കലും വിമർശിക്കരുത്, അപലപിക്കരുത്, പരാതിപ്പെടരുത്. ആരെയും വിമർശിക്കണ്ട, പരാതിപ്പെടുന്നുണ്ട. ഇത് അവനവന്റെ ബിസിനസ്സാണ്. അടുത്തൊരു കാര്യം, നമ്മുടെ ബിസിനസ്സിനെ ഇവിടെയാണ് പലപ്പോഴും പ്രശ്നം വരിക. തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവന്ന വ്യക്തിയെ ഇവർക്ക് ചിലപ്പം തുടക്കക്കാർക്ക് അവരെ കുറിച്ച്, ചില ആളുകൾക്കാണ്, എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല, അപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരിക്കാം. അപ്പോൾ അവർ പറയുന്ന കാര്യം ശരിയാണോ നോക്കാൻ വേറെ ആളോട് പോയിക്കും, വേറെ ഏതെങ്കിലും ടീമുള്ള ആളോടേക്ക് പോയി ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ക്രോസ് ലൈനിങ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി നെഗറ്റീവ് ഇങ്ങോട്ട് പൊട്ടിപ്പോകും. ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ബിസിനസ് നോക്കി, ഇവരുടെ ബിസിനസ് നോക്കി, ടീമിൽ ആരുണ്ട്, പർച്ചേസ് ഉണ്ടോ, പർച്ചേസ് ഇല്ലേ, എത്രയായി, എത്ര വരുമാനം വന്നു, എനിക്ക് എത്ര വന്നു, നിനക്ക് എത്രയേ വന്നുള്ളൂ, ഇതൊക്കെ വരുന്ന സമയത്ത് അവിടെ വലിയ പ്രശ്നം വരും. തീർച്ചയായിട്ടും രണ്ടുപേരും ബിസിനസ് നിർത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ബിസിനസ്സിൽ മധ്യമ പുകവലിയെ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ നുണ പറയരുത്, പൊങ്ങച്ചവും അനാവശ്യ പ്രകടനം ഒഴിവാക്കുക. ഇത് സത്യസന്ധമായ ബിസിനസ്സാണ്, ഇതിൽ കളവില്ല. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹു ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ യുവർ സക്സസ് ഇൻ ദിസ് ബിസിനസ്? ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമുള്ള, റെസ്പോൺസിബിൾ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിൽ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിയായ ആള് ആരാണ് എന്നൊരു ചോദ്യം. നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടോ? നമുക്കൊരു 1-2 കമന്റ്. ആരായിരിക്കും ഈ ഒരു ബിസിനസ്സിൽ നമ്മുടെ റെസ്പോൺസിബിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ? എനി കമന്റ്സ്? ഓക്കെ, ആരും ടൈപ്പ് ചെയ്ത് കാണില്ല. മൈസെൽഫ്. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നു, അപ്ലൈൻ ഈസ് യുവർ ലൈഫ് ലൈൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങളെ കൂടെ ആരുണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്ലൈനിലുള്ള ഒരു ലീഡർ മാത്രമേ ഉണ്ടാവൂ. വി കനോട്ട് ചേഞ്ച് ഓർ പ്ലേസ് എ ന്യൂ അപ്ലൈൻ ഓർ പ്രൊപ്പോസൽ. നമുക്കൊരിക്കലും നമ്മളെ കൊണ്ടുവന്ന വ്യക്തിയെയോ നമ്മുടെ അപ്ലൈൻ ലീഡറെയോ മാറ്റാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിൽ സാധിക്കില്ല.
നമുക്ക് വേണമെങ്കിൽ പുതിയ ആളുകളെ അസോസിയേറ്റ് ചെയ്യിക്കാം, നമ്മുടെ ടീമിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാൻ പറ്റും, സംശയമില്ല. പക്ഷെ നമ്മുടെ ലീഡറെ മാറ്റാൻ പറ്റും. നമ്മുടെ ലീഡറാണ് നമ്മുടെ ലൈഫ് ലൈൻ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ പുതിയ വ്യക്തികളോടാണ് സംസാരിക്കുന്നത്, പഴയ ആളുകൾക്ക് ഇത് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന സമയത്ത് വളരെ വളരെ മാനസികം അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഫസ്റ്റ് ലേൺ ടു ഗിവ് സം റെസ്പെക്ട്. നമ്മളെ കൊണ്ടുവന്ന വ്യക്തിക്ക്, അതാരായിക്കോട്ടെ, അദ്ദേഹത്തിന് ചിലപ്പോൾ വിവരം ഉണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മതം വേറെ ആയിരിക്കാം, ജാതി വേറെ ആയിരിക്കാം, കാണാൻ കൊള്ളില്ലായിരിക്കാം, പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ ഇത്രയും വലിയൊരു അവസരത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആരാണോ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം, അവരെ സ്നേഹിക്കാൻ പഠിച്ചിരിക്കണം, അവരോട് നല്ല വാക്കുകൾ സംസാരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ആരോട്? പ്രൊപ്പോസർ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡർ, ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിംഗ് ആയിട്ടുള്ള അപ്ലൈൻസ്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നയാണ്. ഇത് നിർബന്ധമായിട്ട് ഒരു തുടക്കക്കാരന് ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും കൃത്യമായി. അപ്പൊ ലേൺ ടു യൂസ് യുവർ അപ്ലൈൻ ടു ബി സക്സീഡ്. വിജയിക്കാൻ നമ്മളെ കൊണ്ടുവന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മിസ്യൂസ് ചെയ്യുക എന്നതിന് അർത്ഥമില്ല. അവരുടെ സ്നേഹം പിടിച്ചു പറ്റി, അവരുടെ ആദരവ് പിടിച്ചു പറ്റി, അവരുടെ കൂടെ ചേർന്ന് നിന്ന് അവരെ എങ്ങനെ ഉപയോഗിക്കാം, എന്നിട്ട് എനിക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ്. ഹൗ ഡു യു ട്രീറ്റ് യുവർ പാരന്റ്സ്, യുവർ ചിൽഡ്രൻ വിൽ പേ യു ബാക്ക് ഡബിൾ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അവരോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു തരും. അത് ഈ ബിസിനസ്സിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനിനോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അത് നിങ്ങളുടെ ടീം നിങ്ങൾക്ക് ഡബിളായി തിരിച്ചു തരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു മെമ്പറായി, നല്ല മാനസികാവസ്ഥയിൽ അപ്ലൈനെ സ്നേഹിക്കുന്ന, അപ്ലൈൻ ചിലപ്പോൾ ചൂടാവുമായിരിക്കും, ചിലപ്പോൾ എന്തൊക്കെ പറയായിരിക്കും, പക്ഷെ അതൊന്നും നോക്കരുത്. അതെല്ലാം നമ്മുടെ വിജയത്തിനാണെന്നുള്ള ഉത്തമ ബോധത്തിൽ വേണം മുന്നോട്ടേക്ക് പോകാൻ. നമ്മളെ ഈ പ്രസ്ഥാനത്തിൽ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അപ്ലൈൻ ലീഡർ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ അപ്ലൈന്റെ കേസ് ഞാൻ പറഞ്ഞു. സുരേന്ദ്ര വർഷം എന്ന് പറയുന്ന ഒരു വ്യക്തി RCMൽ വരുന്ന സമയത്ത് അദ്ദേഹം ഒന്നുമല്ലായിരുന്നു. പക്ഷെ ഇന്ന് RCMൽ പ്രതിമാസം 50 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം വാങ്ങിക്കുന്ന ഒരു ഡയമണ്ടാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന അപ്ലൈൻ ലീഡർ നിർബന്ധിച്ച് വീട്ടിൽ പോയി താമസിച്ച്, നിർബന്ധിച്ച് മീറ്റിംഗിൽ കൊണ്ടുപോയി, മീറ്റിംഗിൽ പങ്കെടുപ്പിച്ച് ഇന്ന് കാണുന്ന ഡയമണ്ട് ആവാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്ത അപ്ലൈൻ ലീഡർ ഇന്ന് RCMൽ ഇല്ല. അദ്ദേഹം RCM വിട്ടുപോയി. പക്ഷെ ഇന്ന് സുരേന്ദ്ര സാർ ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ ആ വിട്ടുപോയ അപ്ലൈന്റെ ഒരു നിരന്തരമായ ഒരു എന്താണ് പറയാ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഡയമണ്ട് ആയിട്ട്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡയമണ്ട് സുരേന്ദ്ര സാർ അപ്ലൈനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഏത് പ്രോഗ്രാമിൽ വന്നാലും അദ്ദേഹം അപ്ലൈനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന വ്യക്തി ആരാണോ, എനിക്ക് പറയാനുള്ളത് ദിവസവും അദ്ദേഹത്തെ വിളിച്ചൊരു നന്ദി പറഞ്ഞേക്കാം. കാരണം അദ്ദേഹം നാളെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ നാളെ ചിലപ്പോൾ ഇതിൽ കോടീശ്വരന്മാരായിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ എനിക്കൊരു കാണിക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ ഇതിൽ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളെപ്പോലെ ഒരു പുതിയ വ്യക്തിയെ പോലെ ഞാനും അന്നൊരു കൂട്ടത്തിൽ ഇരുന്നൊരു വ്യക്തി മാത്രമാണ്. പക്ഷെ ഞാൻ എന്നെ വിശ്വസിച്ചു, കമ്പനിയെ വിശ്വസിച്ചു, സിസ്റ്റത്തെ വിശ്വസിച്ചു, ഉൽപ്പന്നത്തെ വിശ്വസിച്ചു, ലീഡേഴ്സിനെ വിശ്വസിച്ചു, എന്റെ ടീമിനെ ഞാൻ വിശ്വസിച്ചു. ഇന്ന് ആ ഒരു വിശ്വാസം ഏറ്റെടുത്തതിന്റെ ഭാഗമായി പ്രവർത്തന നിരതനായി നിരന്തരം പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ഞാനും ഒരു അച്ചീവറായി, ഒരു ടെക്നിക്കൽ അച്ചീവറായി മാറാൻ എനിക്ക് സാധിച്ചു. ഒരുപാട് അംഗീകാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇതിനൊരു റീക്യാപ്പിലേക്ക് ഞാൻ പോവാണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഈ പ്രധാനപ്പെട്ട 10 പോയിന്റ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. ബിലീവ്, വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഓർമ്മിച്ചെടുക്കുക. ആ വിശ്വാസം നമുക്ക് കമ്പനിയിലും മറ്റു കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഏറ്റവും പ്രധാനമായിട്ട് അവനവനിൽ വിശ്വാസം വേണം. നമുക്കിത് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ പൊതുമാർക്കറ്റും ഡയറക്ട് സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം. പ്രൈസ് കമ്പാരിസൺ, ഒരു 3-4 പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം പഠിച്ചിരിക്കണം. കമ്പനിയുടെ പ്രൊഫൈൽ എന്താണെന്ന് പഠിച്ചിരിക്കണം. കമ്പനിയുടെ ഗ്രോത്ത് പഠിച്ചിരിക്കണം. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം മനസ്സിലാക്കിയിരിക്കണം. കാർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കൺസ്യൂമബിൾ, അഫോർഡബിൾ, റിപ്പീറ്റബിൾ. അതേപോലെ ചെയ്യേണ്ട 6 കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്ലൈൻ ഈസ് യുവർ ലൈഫ് ലൈൻ ചേർത്ത് പിടിക്കുക. അപ്ലൈന്റെ സ്നേഹവും ആദരവും നേടിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് പോകുക. മിസ്യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ ലവ് യുവർ ലൈഫ് ലൈൻ എവറി ഡേ. താങ്ക്സ് ടു ഹിം ഓർ ഹെയർ. താങ്ക് യു ഓൾ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സെഷൻ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇതിന്റെ യൂട്യൂബ് ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് എന്റെ അപ്ലൈൻ തന്നെയാണ്. കാരണം അദ്ദേഹം അപ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്റെ കൂടെയുള്ള എന്റെ ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിംഗ് ആയിട്ടുള്ള
എമറാൾഡ് അജിത് മാലു സാർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൽ എനിക്ക് ഇന്നും വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ദിവസവും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത് വിശ്വാസം. എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, വിട്ടുപോകാനുള്ള കാരണങ്ങൾ ആയിരക്കണക്കിനുണ്ട്. പക്ഷേ വിശ്വസിച്ചത് കൊണ്ട് കമ്പനിയെയും ഉൽപ്പന്നത്തെയും സിസ്റ്റത്തെയും ഓരോ കാര്യങ്ങളും അവനവനെയും എൻ്റെ ലീഡറെയും ടീമിനെയും വിശ്വസിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്കിതിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല, വിട്ടുപോവില്ല. കാരണം ബിലീവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അവനവൻ